ഒരു ഫോൺ വാങ്ങിയിട്ട് ഒരു 2 ഇയേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ നമുക്കിത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്രീൻ ലൈൻ വരും. ഇങ്ങനെയൊക്കെ പേടിച്ച് കൊണ്ടു നടക്കേണ്ട ഒരു സിറ്റുവേഷനാണ് എനിക്ക് ഈ ഒരു ഫോണിൽ S22. ഇതിപ്പോൾ 2 ഇയേഴ്സ് ആയിട്ടില്ല. പക്ഷെ ഞാൻ എന്താ പറയുക, ഇതിപ്പോൾ ഒന്നും ചെയ്യാറില്ല. ചെയ്യാതിരിക്കാനുള്ള കാര്യം വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ഉണ്ടോ, ഇതിപ്പോൾ 23% അതിൽ കാണിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ മോർണിംഗിൽ ഫുൾ ചാർജ് ആക്കി എടുത്തതാണ്. മോർണിംഗ് ഒരു 5:30 ആ ഒരു സമയത്ത്. ഇതിപ്പോൾ 9:51, അപ്പോഴേക്കും 23 എത്തി. കുറച്ച് സമയം യൂസ് ചെയ്തു, അധികമൊന്നും ഇല്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം ഇതാണ്, ഇത് തീരെ ബാറ്ററി നിൽക്കില്ല. പക്ഷേ ക്യാമറ നല്ല അടിപൊളിയാണ്. നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറയാണ്. ഇപ്പം ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന പിക്സലിനേക്കാളും എനിക്ക് ക്യാമറയിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക ഈ ഒരു ഫോണിലാണ്. ആ ഒരു ക്യാമറയ്ക്ക് വേണ്ടി മാത്രം കൊണ്ടെടുക്കാൻ പറ്റിയ ഒരു ഫോണാണിത്. വേറെ പ്രത്യേകിച്ച് ഇതിൽ ബെനിഫിറ്റ്സ് ഒന്നുമില്ല. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് എപ്പോഴും കാണിക്കും, ഞാൻ ചെയ്യാറില്ല. കാരണം എന്താ, ചെയ്ത ആൾക്കാർക്കൊക്കെ പണി കിട്ടിയിട്ടുള്ള കാരണം ചെയ്യാറില്ല. അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഈസ് അവൈലബിൾ എന്നിങ്ങനെ കാണിക്കും. പിന്നെ UI 7 ഇതിൽ വന്നിട്ടില്ല. മേ ബി ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിൻ്റെ ശേഷമുള്ള വല്ല സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലായിരിക്കും അതുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ആ സംഭവം ഞാൻ ചെയ്തിട്ടില്ല. എന്തായാലും മൊത്തത്തിൽ ഇത് ഈ ഒരു കണ്ടീഷനിൽ ഇങ്ങനെ കൊണ്ടു നടക്കാനേ പറ്റുള്ളൂ. S23 ഉള്ള ആളുകൾക്കും പണി കിട്ടിയിട്ടുണ്ട് കുറേ സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂസ്. പക്ഷേ 23 അവർ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡിസ്പ്ലേ. 22 അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ചെയ്യാതെ വെച്ചേക്കുന്നത്.